എന്നെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളെവരെ കർത്താവ് ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇനി ചിന്തിക്കുന്നത് ദൈവത്തിന്റെ രക്ഷയുടെ വേലി നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ നാം ആരെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തോൽവിയുണ്ടോ? നമുക്ക് സങ്കടമുണ്ടോ? തീർച്ചയായും ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമുക്ക് പറയുവാൻ കഴിയും, എനിക്ക് സങ്കടവുമില്ല, ദുഃഖവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ക്രിസ്തു വിശ്വസിക്കുന്നു. അവന്റെ ജീവനുള്ള രക്തം എനിക്ക് ചുറ്റും രക്ഷയുടെ കവചമാണ്. നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിയാം. ഇയ്യോബ് 1:10 സ്വർഗത്തിന്റെ ശത്രുവായ, നന്മയുടെ ശത്രുവായ, പ്രകാശത്തിന്റെ ശത്രുവായ സാത്താൻ ദൈവത്തോട് പറയുന്നു, ദൈവമേ, നീ ഇയ്യോബിന് ചുറ്റും, അവന്റെ സ്വത്തുക്കൾക്ക് ചുറ്റും, അവന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു. ദൈവം തന്നെ തേടുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് തന്റെ രക്ഷയാവുന്ന വേലി കെട്ടി അവനെ സംരക്ഷിക്കുന്നുവെന്ന് സാത്താൻ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് ഇത്രമേൽ രക്ഷ ഒരുക്കുന്നുവെന്ന് സാത്താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ഇയ്യോബിനെ തിരഞ്ഞെടുക്കാൻ കാരണം, അവന് സംരക്ഷണം ഒരുക്കാൻ കാരണം, അവൻ കുറ്റമറ്റവനും തിന്മയെ കണ്ട് ഒഴിഞ്ഞുമാറി പോകുന്നവനുമായിരുന്നു. അവനിൽ തിന്മയില്ലായിരുന്നു. അവൻ സ്വർഗത്തോട് രമ്യപ്പെട്ടവനായിരുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, അവന് സമ്പാദ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ഒരു രാജാവ് തന്റെ രാജ്യത്തിന് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിക്കുന്ന പോലെ യഹോവയായ ദൈവം തന്റെ ഭക്തനായ ഇയ്യോബിന് ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചു. ശത്രു അവനെ ആക്രമിച്ചില്ല. ശത്രുവിൽ നിന്നും അവന് സംരക്ഷണം നൽകി. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബിന്റെ കുടുംബത്തിൽ ഇയ്യോബ് മാത്രമേ ദൈവത്തോടൊപ്പം നടന്നുള്ളൂ, ദൈവത്തെ അന്വേഷിച്ചുള്ളൂ. എന്നാൽ ഒപ്പം അവന്റെ കുടുംബവും അവന്റെ സമ്പാദ്യവും അനുഗ്രഹിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ജോലി മേഖലകളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങൾക്കുള്ളതൊക്കെയും കർത്താവ് തന്റെ രക്ഷയുടെ വേലി കെട്ടി സംരക്ഷിക്കും. ഇന്നീ വചനത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് ചുറ്റും ദൈവത്തിന്റെ രക്ഷയുടെ മതിൽ നീ ഇന്ന് കാണും. ഹല്ലേലൂയ. അയാൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇയ്യോബിനെ അവിടുന്ന് സംരക്ഷിച്ചതുപോലെ അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. അവിടുന്ന് രക്ഷയുടെ വേലി കെട്ടി ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങൾക്കുള്ളതിനൊക്കെയും ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരെയും അവിടുത്തെ സംരക്ഷണത്തിന്റെ വലയിൽ ചേർത്ത് നിർത്തണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.